Bakrid Special 2026 Happy Land Presents powered by Kerala Pets, co-powered by Tangal's Jewelry, co-presents Zero Delights. This program is sponsored by Grand Hyper Kuwait. ബക്രീദ് സ്പെഷ്യൽ 2026 എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മഹത്തായ സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ മറ്റൊരു ബലിപ്പെരുന്നാളിനെ വരവേൽക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി തൻ്റെ ആദ്യജാതനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ അഥവാ ബക്രീദ്. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശവുമായി വീണ്ടും ഒരു ബലിപെരുന്നാൾ കൂടി കടന്നു വരികയാണ്. പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി സർവസ്വവും സമർപ്പിക്കാൻ തയ്യാറായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ ദിനം. ഈ സുദിനത്തിൽ സഹിഷ്ണുതയുടെയും ത്യാഗത്തിൻ്റെയും ഉദാത്തമായ മാതൃകകൾ ജീവിതത്തിൽ പകർത്താനും പരസ്പര സ്നേഹവും കാരുണ്യവും പങ്കുവെക്കാനും ചുറ്റുമുള്ളവരുടെ പ്രയാസങ്ങളിൽ പങ്കുചേരാനും നമുക്ക് സാധിക്കട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ്. പേര് പോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ആയിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഈ ചൂടുകാലത്തും ഏത് മഴക്കാലത്തും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻജോയ്മെൻറ്റിന് ഒരു കുറവുമില്ല. ഇവിടെ വന്നിരിക്കുന്നവരുടെ എൻജോയ്മെൻറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കേട്ടറിയണ്ടേ? കമാൺ. എവിടുന്ന് വരുന്നു? ഞങ്ങൾ ട്രിവാൻഡ്രത്തിലാണ്. ഓൾ സെയിൻസ് ടീച്ചേഴ്സാണ്? അല്ലല്ല, ഞാൻ അമ്മ, ഇതെൻ്റെ 3 കുട്ടികൾ. വാവ്, ദാറ്റ്സ് ഓസം. എന്താ പേര്? എൻ്റെ പേര് സ്വീറ്റി. സ്വീറ്റി, വെരി സ്വീറ്റ്. മൈ നെയിം ഈസ് സായ. സായ, നൈസ് നെയിം. എന്ത് ചെയ്യുന്നു സായ? ഞാനിപ്പോൾ BC നഴ്സിംഗ് പഠിക്കുകയാണ്. BC നഴ്സിംഗ്. എവിടെ? ബാംഗ്ലൂർ. ഓക്കെ. ഇപ്പോൾ ഈ വെക്കേഷനാണ്. അതെ. ഇതിപ്പോൾ ഏത് ഇയറാ? ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ ആയതേ ഉള്ളൂ. ഫസ്റ്റ് ഇയർ. എങ്ങനെയുണ്ട് കോഴ്സൊക്കെ? സെറ്റാണ്. ലൈക്ക് പാഷൻ ഉണ്ടെങ്കിൽ പോകുക ഓക്കെയാണ്. ഓക്കെ. അല്ലെങ്കിൽ കുറച്ച് ടഫാണ്. വളരെ പാഷനറ്റ് ആയിട്ട് പോയതാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ഫൈൻ. ശ്രീലക്ഷ്മി എന്ത് ചെയ്യുന്നു? പഠിക്കാൻ നഴ്സിംഗ് തന്നെ. ഒരുമിച്ചാണ്. ട്വിൻസ് കണ്ടിട്ടല്ല. സിയ എന്ത് ചെയ്യാ? തേർഡിൽ. ഇനിയിപ്പോ ഫോർത്തിലായിരിക്കും. ഇനിയിപ്പോ ഫോർത്തിലല്ലേ? എങ്ങനെയുണ്ട് ഇവിടെ സെറ്റപ്പ്? അടിപൊളി. ഹാപ്പി ലാൻഡ് ഇഷ്ടപ്പെട്ടോ? ആദ്യമായിട്ടാണോ വരുന്നത് മാം? നിങ്ങളൊക്കെ മോളെ കൂട്ടാന്ന് ഇവരെപ്പോഴൊന്നു? ഓക്കെ, ശ്രമിച്ചു നോക്കി, നടന്നില്ല. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? പിന്നെ അടിപൊളിയായി കുട്ടികളായിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ അഫോർഡബിൾ റേറ്റ് ആണ്. എല്ലാം കൊണ്ടും സൂപ്പറാണ്. വർത്തിട്ടാണ് അല്ലേ? ഓക്കെ. ഇപ്പം ഏതിലൊക്കെ പോയി? ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാത്തിലും പോവാൻ റെഡി ആയിട്ടല്ലേ വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും. അതാണ് ഇനിയിപ്പോ ഇവിടെ അടച്ചുപൂട്ടി ഗേറ്റ് അടച്ചാലും ഇവര് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ക്ലൈമറ്റ് പോലും കുറച്ചും കൂടെ നന്നായിരിക്കുന്നു. അപ്പൊ ക്ലൈമറ്റ് തന്നെ പറയുമ്പോൾ നമ്മൾ എന്തായാലും വെരി നൈസ്. വർക്ക് ചെയ്യുന്നുണ്ടോ? ഹൗസ് വൈഫാണ്. ഇവര് 3 പേരെ മേക്ക് ചെയ്യുക എന്ന് തന്നെ ഏറ്റവും വലിയ ജോലിയാണ് സമ്പാദിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാനൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, കുസൃതി ചോദ്യമാണ്. എല്ലാവരും എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ആരെയും ശ്രദ്ധിക്കുന്നില്ല. ക്യാമറ അല്ല, എല്ലാവരും എന്നെ നിരീക്ഷിക്കാറുണ്ട്. പക്ഷേ ഞാൻ ആരെയും ശ്രദ്ധിക്കില്ല. സ്റ്റാച്ചു അല്ല. കണ്ണ് അല്ല. വണ്ടിയുമായി റിലേറ്റഡ് ആണ്. ഇതോ? അല്ല. ഫ്രണ്ടിലുള്ള ലൈറ്റ് അല്ല. കുറച്ചുകൂടെ പോട്ടെ. എടാ, കാർ ഓടിക്കുന്ന ആളല്ലേ? പറയാ. നമ്മൾ റോഡിലോട്ട് ഇറങ്ങി വാഹനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമില്ലേ? എക്സാക്ട്ലി. അപ്പൊ നമ്മൾ എല്ലാവരും ഇങ്ങനെ നെയിം പ്ലേറ്റ്സ്, നമ്പർ പ്ലേറ്റ്സ് ശ്രദ്ധിക്കാമല്ലോ പെട്ടെന്ന് റോഡിൽ കൂടി പോകും. പക്ഷെ നമ്പർ പ്ലേറ്റ് നമ്മളെ ആരും ശ്രദ്ധിക്കാറില്ല. വളരെ എനിക്കറിയാം, നിലവാരം കുറഞ്ഞ ക്വസ്റ്റ്യനാണ്, പക്ഷെ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുന്നു. ഓക്കെ, സോ എൻജോയ്, ഹാവ് ഫൺ, നൈസ് ടോക്കിംഗ് ടു യു ഗൈസ്. താങ്ക് യു, ബൈ. ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞാൻ സുകന്യ ജയറാം. ഇനിയും കുറേ ഹാപ്പി വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.
എൻ്റെ പ്രവാസം ആരംഭിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ 1999 ഡിസംബർ 10 ദുബൈയിലും ഖത്തറിലും നിലവിൽ സൗദി അറേബ്യയിലുമായി ഇന്ത്യയിലുമായി 4ഓളം ഓഫീസുകളും പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിസിനസ് കൺസൾട്ടൻസിയാണ്. ഏതൊരാൾക്കും ഗൾഫിലെ ഏത് രാജ്യത്തും, ദുബൈയിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും സൗദിയിലാണെങ്കിലും അവർക്ക് ആവശ്യമായ ബിസിനസ് സെറ്റപ്പ് സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഇപ്പോൾ ക്ലിക്ക് ഇൻ്റർനാഷണൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സൗദിയുടെ 2030 വിഷൻ അതിൻ്റെ 10ാം വാർഷികമായ 2026 വന്ന് നിൽക്കുമ്പോൾ സൗദി അറേബ്യ ലോകത്ത് തന്നെ അത്യപൂർവങ്ങളായ കിങ് സൽമാൻ പാർക്ക് പോലെയുള്ള വലിയ ബിഗസ്റ്റ് അർബൻ പാർക്ക് പോലെയുള്ള വലിയ സംവിധാനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം സൗദിയുടെ എല്ലാ ഭാഗത്തും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ 2030 എക്സ്പോ വരുന്നത് സൗദി അറേബ്യയിലാണ്. 2034 ഫിഫ കപ്പ് വരുന്നത് സൗദി അറേബ്യയിലാണ്. ഇതിനൊക്കെ വേണ്ടി സൗദി അറേബ്യ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ രംഗത്തും, ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മാത്രമല്ല, IT-യിലും ടൂറിസം മേഖലയിലും എല്ലാ മേഖലയിലും അതിവിപുലമായ ഡെവലപ്മെൻറ്റുകൾ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇൻ്റർനാഷണൽ കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ, ചെറിയ കമ്പനികൾ, SME സ്മോൾ ആൻഡ് മീഡിയം കമ്പനികൾ, എല്ലാ തരം കമ്പനികളും എല്ലാ ആക്ടിവിറ്റീസും, ട്രേഡിങ്ങും സർവീസും മാനുഫാക്ചറിങ്ങുമായി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയും സൗദി അറേബ്യയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്ന ഈ സമയത്ത് അവർക്ക് വേണ്ട ലീഗൽ സംവിധാനങ്ങൾ, ലീഗൽ സപ്പോർട്ട്, അവർക്ക് വേണ്ട കമ്പനി ഫോർമേഷന് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സൗദിയിൽ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. സൗദിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ടെക്നോളജിയെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതിൽ വലിയ മുന്നേറ്റമാണ് സൗദി അറേബ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, 54% GCCയുടെ ലാൻഡ് ഹോൾഡ് ചെയ്തെടുക്കുന്നത് സൗദി അറേബ്യയാണ്. അതിൻ്റെ 50% കൂടുതൽ GCCയുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 50% കൂടുതൽ സൗദി അറേബ്യ. 36 മില്യൺ എന്ന് പറഞ്ഞാൽ 60 മില്യൺ എന്ന GCCയുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ മുകളിലാണ് എന്ന് പറഞ്ഞാൽ 50% കൂടുതലാണ് സൗദി പോപ്പുലേഷൻ. എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ ഒരു വലിയ രാജ്യമാണ്. GCCയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 84% എന്ന് പറയുന്നത് സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത്തരം വലിയ സൗദി അറേബ്യയിൽ ഒരു അടുത്ത കാലത്ത് വരുന്ന വളരെ വിപ്ലവകരമായ റെവല്യൂഷണറി ചേഞ്ചസാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും ആ മാറ്റങ്ങളുടെ ഭാഗമാവാനും അതേപോലെ തന്നെ അങ്ങോട്ട് കടന്നു വരുന്ന ഇൻവെസ്റ്റേഴ്സിന് എല്ലാവിധ സപ്പോർട്ടും ക്ലിക്ക് ഇൻ്റർനാഷണൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. അടുത്തറിയാം എന്ന സെഗ്മെൻ്റ് പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ അഷ്ടമിച്ചിറിയുള്ള സീറോ ഡിലൈറ്റ്സ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലാണ്. സീറോ ഡിലൈറ്റ്സ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ CEO ആയിട്ടുള്ള സാജിദ് ഖാൻ സാറാണ്. സാർ, അടുത്തറിയാം എന്ന സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. വളരെ വ്യത്യസ്തമായിട്ടൊരു ടാഗ് ലൈനാണ് സ്വീറ്റ് മൊമെൻറ്റ് സീറോ റിഗ്രറ്റ്സ്. എനിക്ക് അതിനെക്കുറിച്ച് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. എന്താണ് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? സ്വീറ്റ് മൊമെൻറ്റ്സ് സീറോ റിഗ്രറ്റ്സ് എന്ന ആ ഒരു ടാഗ് ലൈൻ തന്നെ ഉണ്ട് നമ്മളുടെ കമ്പനിയുടെ പേരും. സ്വീറോ, സ്വീറ്റിൻ്റെ സ്വീയും സീറോയുടെ ആറോയും ചേർത്ത് സ്വീറോ ഡിലൈറ്റ്സ് എന്നാണ് കമ്പനിയുടെ പേര് വരുന്നത്. അതുകൊണ്ട് മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബേക്കറി മധുരപലഹാരങ്ങളൊക്കെയും പഞ്ചസാര ഉപയോഗിച്ചുകൊണ്ടും മൈദ യൂസ് ചെയ്തുകൊണ്ടൊക്കെ ആണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്കറിയാം ആരോഗ്യകരമായിട്ടത് അത്ര നല്ലതല്ല. അപ്പോൾ ആരോഗ്യകരമായിട്ട് എങ്ങനെ ഈ ബേക്കറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാം, അത് കസ്റ്റമേഴ്സിന്, ഉപഭോക്താക്കൾക്ക് എങ്ങനെ നൽകാം എന്നുള്ള ഒരു ദീർഘവീക്ഷണത്തിന് പുറത്താണ് ഈ ഒരു പ്രൊഡക്റ്റൊക്കെ ഉണ്ടായി വന്നത്. സാർ, അങ്ങനെയാണെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു ഷുഗറാണ് നമ്മൾ പ്രൊഡക്റ്റുകളിൽ യൂസ് ചെയ്യുന്നത്? സീറോ ഡിലൈറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് വേരിയൻ്റ് ആണ് ഇന്ത്യൻ ട്രഡീഷണൽ സ്വീറ്റ്സ്. നമ്മുടെ ലഡു, ജിലേബി, ബർഫി പോലുള്ള നല്ല മധുര പലഹാരങ്ങളൊക്കെയാണ് ആ ഒരു കാറ്റഗറിയിലുള്ളത്. അതിൽ പൊതുവേ ഞങ്ങൾ പഞ്ചസാരയോ ശർക്കരയോ മറ്റ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറൊന്നും യൂസ് ചെയ്യാറില്ല. പകരം ഞങ്ങൾ യൂസ് ചെയ്യുന്നത് സ്റ്റീവിയ ആണ്. സ്റ്റീവിയ അറിയാം, നമ്മുടെ മധുര തുളസി. പഞ്ചാബിലും കർണാടകയിലൊക്കെ നമുക്ക് നല്ല ഗ്രേഡുകൾ കിട്ടുന്ന സ്റ്റീവിയയാണ് ഞങ്ങൾ മധുരത്തിനായി യൂസ് ചെയ്യുന്നത്. സ്റ്റീവിയ ഒരു 0 കലോറി പ്ലാന്റ് ആണ്. നല്ല മധുരമുള്ള ഒരു ചെടിയാണ്. അതിൻ്റെ ഇലകളിൽ നല്ല മധുരമുണ്ട്. ഈ മധുരമാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ള മധുരം അതിൽ നിന്ന് എടുത്തിട്ട്
ആവശ്യമുള്ള ട്രഡീഷണൽ സ്വീറ്റ്സിലേക്ക്, ലഡുവിലാണെങ്കിൽ ലഡുവിലേക്കൊക്കെ നമ്മൾ മധുരം കൊടുത്തുകൊണ്ട് അതിൻ്റെ ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റിന് വ്യത്യാസം വരാത്ത രീതിയിലും ടെക്സ്ചറിൽ വ്യത്യാസം വരാത്ത രീതിയിലും അത് ജനങ്ങളിലേക്ക് സെർവ് ചെയ്യുന്നത്. ഇത് ലഡു ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബൂണ്ടി എന്നല്ലേ പറയുന്നത്? ഓക്കെ, ഇതിന്റെ ഒരു വേറെ എവിടെയും കാണാത്തൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. ലഡുവിന്റെ ആ ഒരു റെസിപ്പി ഐറ്റംസ് എല്ലാം, അതുപോലെ ഇവിടെ ഒരു പാത്രത്തിൽ എണ്ണ. എന്താണ് ഈ സംഭവം? എന്താണ് ഈ മെഷീൻ? ഈ മെഷീന്റെ പേര് ഓയിൽ സ്പിന്നർ എന്ന് പറയും. ഓയിൽ സ്പിന്നർ അതായത് മെയിൻലി മറ്റുള്ള ലഡുവിൽ നിന്ന് നമ്മുടെ ലഡുവിനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഫാക്ടർ കൂടിയാണിത്. മറ്റുള്ള ലഡു ഫ്രൈ ചെയ്ത് അത് ഡയറക്ട്ലി നമ്മൾ പഞ്ചസാര പാനിലേക്ക് ഇടുന്നു. അതുവഴി ഡയറക്ട്ലി കൂടുതൽ കലോറി, അതിന്റെ ഓയിലാണ് മെയിൻ റീസൺ. നമ്മുടെ ഇതിലെന്ന് പറയുകയാണെങ്കിൽ ബൂന്തിയിൽ നിന്ന് മാക്സിമം ഓയിൽ നമ്മൾ ഈ ഓയിൽ സ്പിന്നർ വെച്ച് റിട്ടേൺ ചെയ്ത് കളഞ്ഞിട്ടാണ് ലഡു ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രൊഡക്ട്സിന് റെഡ്യൂസ്ഡ് കലോറി എന്നുള്ള ടാഗ് വരാനുള്ള മെയിൻ റീസൺ. അപ്പോൾ നമ്മുടെ ലഡു ഒക്കെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്നത്. ലഡു ഉണ്ടാക്കുന്ന ബോണ്ടിയിൽ നിന്ന് അതിൻ്റെ ഓയിൽ എല്ലാം വേർതിരിച്ചിട്ടാണ് മാർക്കറ്റിലേക്ക് ഇവരുടെ എല്ലാ പ്രൊഡക്റ്റുകളും എത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കമ്പനിയിലെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ കൂടി ആയിട്ടുള്ള മിസ്റ്റർ ആന്റണിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഓപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അതെ, നമ്മുടെ എല്ലാ ഓപ്പറേഷൻസുകളിലും ടെക്നോളജി പരമാവധി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് മാനുഫാക്ചർ ചെയ്യുന്ന മെഷീനറീസ് മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന പാക്കിംഗ് മെറ്റീരിയൽസിൽ പോലും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതെ, ഞാനകത്ത് വന്നപ്പോൾ ശ്രദ്ധിച്ച എല്ലാ പാക്കിംഗ് എല്ലാം നടക്കുന്നത് മെഷീനറീസ് ആണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ അതിന്റെ മെഷീനറീസ് യൂസ് ചെയ്യുന്നത്, അതിന്റെ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതായത് പാക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്? യെസ്, അതായത് നോർമലി ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ, അതായത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഏറ്റവും അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഷെൽഫ് ലൈഫ് എന്നാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് MAP പാക്കിംഗ് ടെക്നോളജി എന്ന് പറയും. MAP പാക്കിംഗ് ടെക്നോളജി, മോഡിഫയർ അറ്റ്മോസ്ഫിയർ പാക്കിംഗ് ടെക്നോളജി എന്ന് പറയും. സാധാരണ 5 ദിവസം മാത്രം ഷെൽഫ് ലൈഫ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റിനെ 45 ദിവസത്തേക്ക് ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ MAP പാക്കിംഗ് ടെക്നോളജി. ഒരു പ്രിസർവേറ്റീവോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ, വിത്തൗട്ട് പ്രിസർവേറ്റീവ്സ്. അപ്പോൾ 40 ദിവസം എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇന്ന് അടുത്തറിയാം എന്ന സെഗ്മെന്റിന്റെ എപ്പിസോഡിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് സീറോ ഡിലൈറ്റ്സ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. സൈനിങ് ഓഫ്, ബബിൻ. അടുത്തറിയാം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടുത്തറിയാൻ പോകുന്നത് ഗുണമേന്മയുടെയും വിശ്വസ്തതയുടെയും പേര് കേട്ട തങ്ങൾസ് ജ്വല്ലറിയെ പറ്റിയാണ്. അപ്പം തങ്ങൾസ് ജ്വല്ലറിയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. തങ്ങൾസ് ജ്വല്ലറിയുടെ ചെയർമാനായ മിസ്റ്റർ മുനീറിനോടൊപ്പമാണ് ഇന്ന് ഞാനുള്ളത്. അപ്പം തങ്ങൾസ് ജ്വല്ലറിയുടെ വിശേഷങ്ങൾ നമുക്ക് സാറിനോട് ചോദിച്ചറിയാം. ഹായ് സർ. സർ, ഈ ജ്വല്ലറി എസ്റ്റാബ്ലിഷ് ആയിട്ട് ഇപ്പൊ എത്ര വർഷമായി? 1974 തങ്ങൾസ് ജ്വല്ലറി തുടക്കം കുറിക്കുന്നത്. ഞാനായിട്ട് തുടങ്ങിയതല്ല, എൻ്റെ ഫാദറായിട്ട് തുടങ്ങിയതാണ്. ഞങ്ങളുടെ കുടുംബ ബിസിനസ്സാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ബ്രദേഴ്സ് എല്ലാവരും ജ്വല്ലറി രംഗത്താണുള്ളത്. ഇന്ന് 25 വർഷം മുമ്പ് ഞാൻ വിദേശത്തേക്ക് വരികയും ഇന്ന് മിഡിൽ ഈസ്റ്റിലും ഫാർ ഈസ്റ്റിലുമായിട്ട് ധാരാളം തങ്ങൾസ് ജ്വല്ലറിയുടെ ബ്രാഞ്ചുകളുണ്ട്. ഞങ്ങൾ മെയിനായിട്ട് നമ്മുടെ ഫോക്കസ് മാനുഫാക്ചറിങ് രംഗത്താണ്. ആഭരണ നിർമ്മാണ രംഗത്ത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ഇന്ന് ഒരു ജൻസി കാലഘട്ടത്തിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രത്യേകത എന്ന് പറയുന്നത്, ധാരാളം ജ്വല്ലറി രംഗത്ത് ഡിസൈനിങ് പഠിച്ച കുട്ടികളെ വെച്ചിട്ട് ഞങ്ങൾ ആധുനികമായ ഡിസൈനുകൾ സെറ്റ് ചെയ്യും. ഞങ്ങളുടെ 400ഓളം കൂലിക്കാർ ഞങ്ങളുടെ ഫാക്ടറിയിൽ ഇപ്പം പ്രൊഡക്ഷന് വേണ്ടി ഇരിക്കുന്നുണ്ട്. അവർ തന്നെ ഡിസൈനിങ് ഞങ്ങൾ കൊടുക്കുകയും ആധുനികമായ ഡിസൈനുകൾ ഞങ്ങൾ നൽകുകയും അത് അതിൻ്റേതായ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഹൈ ഫിനിഷിങ്ങോട് കൂടിയിട്ട് ഞങ്ങൾ മാർക്കറ്റിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയല്ല. ഏത് തരത്തിലുള്ള ഡിസൈനുകളും ഞങ്ങളുടെ കസ്റ്റമർ ഏതർത്ഥത്തിലുള്ള ഡിസൈനുകൾ ഞങ്ങൾക്ക് തന്നാലും അത് ഞങ്ങളുടെ കോൺഫിഡൻസ്, ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങളത് ഉണ്ടാക്കി കൊടുക്കും. അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. മറ്റുള്ള ജ്വല്ലറികളിൽ നിന്ന് ഞങ്ങളുടെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ എക്സ്പീരിയൻസ് ആണ്. 50 വർഷം പിന്നിട്ട് തങ്ങൾസ് ജ്വല്ലറിയുടെ ഈ കാലഘട്ടം തന്നെ പരിശോധിച്ചാൽ ഞങ്ങൾക്കുണ്ടായിരുന്ന, ഞങ്ങളോട് സഹകരിച്ച, ഞങ്ങളോടൊപ്പം നിന്ന കസ്റ്റമർ തന്നെയാണ് ഞങ്ങളുടെ എല്ലാ പിൻബലം. ഈ കസ്റ്റമേഴ്സിൻ്റെ വല്ലാത്ത ഒരു പിന്തുണ കൊണ്ടാണ് തങ്ങൾസ് ജ്വല്ലറി ഇന്ന് കാണുന്ന ഈ ലെവലിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റ്, ഞങ്ങളുടെ ഡിസൈന് മറ്റാരേക്കാളും എന്ന് പറയാൻ കാരണം ഈ 50 വർഷമായിട്ട് ഞങ്ങളുടെ ഡിസൈനുകളും ഞങ്ങളുടെ കാലഘട്ടത്തിനനുസരിച്ച രീതിയിലുള്ള ഡിസൈനുകൾ ഞങ്ങൾ തയ്യാറാക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോഴും സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇത്
കോഴിക്കോട് ജില്ലയിലെ ഒരു കൊടുവള്ളിയിൽ നിന്ന് വന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു ജ്വല്ലറി എന്ന് പറയുന്നത് ആ ഗ്രാമത്തിൽ അന്നത്തെ കാലത്തെ ആഭരണങ്ങളുടെ വിപുലമായ ഒരു ശേഖരണവും വിപുലമായ ഡിസൈനിന്റെ ഫാദറായിട്ട് അത് സ്വന്തമായിട്ട് നിർമ്മിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു പഠനം എന്ന് പറയുന്നത് ഏറ്റവും അടിത്തറയിൽ നിന്നാണ് നമ്മളെ പഠിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നീടുണ്ടായ ജ്വല്ലറി രംഗത്തുണ്ടാവുക വല്ലാത്തൊരു വിസ്ഫോടനം എന്ന് പറയുന്ന രീതിയിലുള്ള നമുക്ക് പിടിച്ചു നിൽക്കാനും ഏറ്റവും നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാനും നമുക്ക് പറ്റി. മറ്റുള്ള ജ്വല്ലറികളുമായിട്ടുള്ള ഇന്ന് കാണുന്ന ജ്വല്ലറികൾ ഇപ്പം മാർക്കറ്റിലാണ് അവർ ഡിപ്പെൻഡ് ചെയ്യാറ്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും മാർക്കറ്റിനല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മളിലുള്ള കോൺഫിഡൻസിനാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വരുന്ന ജ്വല്ലറിയിൽ വരുന്ന ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് അവർക്ക് ഏത് സമയത്തും ഏതർത്ഥത്തിലും ഇപ്പം ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്, അവർക്ക് ഡിസൈൻ ലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇത് മറ്റാർക്കും കൊടുക്കാത്ത ഡിസൈൻ അവരുടെ കയ്യിൽ അവർക്ക് എവിടെന്നെങ്കിലും ഇന്ന് ആധുനികമായ പല ആപ്പുകളിലും പല ഡിസൈനുകളും കിട്ടും, ലഭ്യമാണ്. അത് ഞങ്ങൾക്ക് തന്നാൽ ഏറ്റവും നന്നായിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയുള്ള ഒത്തിരി സൗകര്യങ്ങളോട് കൂടിയുള്ളതാണ് ഫെസിലിറ്റിയാണ് തങ്ങൾസ് ജ്വല്ലറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിപ്പം കേവലം മലയാളികളല്ലാതെ ഇന്ത്യക്കാരല്ലാത്ത ധാരാളം വിദേശ കസ്റ്റമറും അല്ലാതെയും ഞങ്ങളെ ഈ ഒരു ആവശ്യം കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സമീപിക്കുന്നുണ്ട്. കാരണം അത് ഞങ്ങളുടെ ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ്. സാറിന്റെ കസ്റ്റമറിനോട്, തങ്ങൾസ് ജ്വല്ലറിയുടെ കസ്റ്റമറിനോട് സാറിന് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്? ഇന്ന് കണ്ടുവരുന്നത് സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന വല്ലാത്ത ഒരു വർധനവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കസ്റ്റമർ പാനിക് ആവരുത്. ഏത് വിലയിലാണോ സ്വർണം ലഭ്യമാകുന്നത് ആ വിലയിൽ നിങ്ങൾ സ്വർണം വാങ്ങി സൂക്ഷിച്ചു വെക്കണം. തീർച്ചയായിട്ടും അത് സുരക്ഷിതമായ ഒരു നിക്ഷേപമായിരിക്കും. നിങ്ങളത് സ്വർണം നിങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. സാറിന് ഇത്രയും സമയം നമ്മളോട് സ്പെൻഡ് ചെയ്തതില്ല സാർ, വളരെ നന്ദി. തങ്ങൾസ് ജ്വല്ലറി പറ്റി നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്, ഇപ്പം അടുത്തറിയാനും സാധിച്ചു. അപ്പം താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. അടുത്തറിയാമിന്റെ മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും ധന്യ സൈനിങ് ഓഫ്. ബക്രീദ് സ്പെഷ്യൽ 2026. പ്രവാചകർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ത്യാഗസ്മരണകൾ ഉയർത്തി വീണ്ടും ഒരു ബലിപെരുന്നാൾ സമാഗതമായിരിക്കുകയാണ്. ഏവർക്കും ക്ലിക്ക് ഇൻ്റർനാഷണലിൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്ക്. ഈ ബലിപെരുന്നാളോട് കൂടിയിട്ട് മിഡിൽ ഈസ്റ്റിൽ മൂടിക്കിടക്കുന്ന ഈ കാർമേഘങ്ങളൊക്കെ മാറി ഒരു നല്ല പുലരി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബലിപെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ത്യാഗത്തിൻ്റെ പ്രതീകമായിട്ട് ബലിയർപ്പണം. ഈ ബലിയർപ്പണം എല്ലാ ദുശക്തികളെയും അല്ലെ മനുഷ്യരാശിക്കെതിരുള്ള എല്ലാ ശക്തികൾക്കും എതിരാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടുകൂടിയിട്ട് ഈ ബലിപെരുന്നാളോടുകൂടി നല്ലൊരു പുലരി ഉണ്ടാവും. എല്ലാവരും ഒരു സാധാരണ ജീവിതത്തിലേക്ക് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാനും ഈ ഒരു ബലിപെരുന്നാളോടുകൂടി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ സ്റ്റാഫിനും മാനേജ്മെൻറ്റിനും വേണ്ടിയിട്ട് ഗ്രാൻഡ് ഹൈപ്പർ കുവൈത്തിൻ്റെ പേരിൽ എല്ലാ നല്ലവരായ എല്ലാവർക്കും വേണ്ടി, കുവൈത്തിലെ ജനങ്ങൾക്കും കേരളക്കാർക്കും ഇന്ത്യക്കാർക്കും ലോകത്തുള്ള എല്ലാവർക്കും ഈദാശംസകൾ നേരുന്നു. ഈ ഈദ് ഇൻഷാ അല്ലാഹ് ഒരു നല്ലൊരു പ്രഭാതത്തെ ഈ മിഡിൽ ഈസ്റ്റിലും മറ്റുള്ള പ്രയാസം അനുഭവിക്കുന്ന രാജ്യങ്ങളിലും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഈദ് മുബാറക്ക്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. Grand Hyper Kuwait, where shopping meets satisfaction. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ഗ്രാൻഡ് ഹൈപ്പറിനെ പറ്റിയിട്ട് ശരിക്കും പറയാൻ ഞാനല്ല അതിനർഹതപ്പെട്ട ആൾക്കാർ. ഏകദേശം നമ്മളെ കൂടെ കുവൈത്തിൽ മാത്രം ഒരു 3500 സ്റ്റാഫുണ്ട്. അതുകൂടാതെ മറ്റുള്ള GCCയിലടക്കം 7000 സ്റ്റാഫിൽ കൂടുതലുണ്ട് മൊത്തം. അവരൊക്കെയാണ് ശരിക്കും അർഹത. ഞാൻ അതിൻ്റെ കൂടെ കൂടാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ്. അങ്ങനെ ഒരു വലിയൊരു ടീമിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൽ എനിക്കൊരു സ്ഥലം കിട്ടിയെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ അതുകൂടാതെ നല്ല പാർട്ട്നേഴ്സ്, നമ്മളെ ഡോക്ടർ അൻവർ അമീൻ, ഷംസുക്ക, അബൂബക്കർ,
പിന്നെ അഹമ്മദ് ഖാൻ ഇവരൊക്കെ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിലധികം ഫ്രീഡവും ട്രസ്റ്റും തന്നുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രാൻഡ് ഹൈപ്പർ കുവൈത്തിൽ വളരാനുള്ള കാരണം. കുവൈത്തിൽ ഈ വളർച്ചയ്ക്കൊപ്പം നമ്മൾ ശ്രദ്ധിച്ച 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കസ്റ്റമറോട് നോ എന്ന് പറയാതിരിക്കുക. രണ്ടാമത്തത്, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ എത്തിക്സ് പിന്നെ ബിൽഡ് ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ട് ഗ്രാൻഡ് ഹൈപ്പർ കുവൈത്ത് ഒരു ബ്രാഞ്ചിലും സിഗരറ്റോ അല്ലെങ്കിൽ ടൊബാക്കോ പ്രൊഡക്ട്സോ വിൽക്കുന്നില്ല. അത് നമ്മളൊരു പിന്നെ എത്തിക്സിൻ്റെ ഭാഗമാണ്. അത് 2011 എടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിന് ശേഷം നമുക്ക് ഇതുവരെ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല, നമുക്ക് മനസ്സമാധാനം ഉണ്ടായിട്ടുള്ളൂ. അപ്പം നമ്മൾ പല സംഗതിനെ കുറിച്ച് ആലോചിക്കുന്ന നേരം, നമ്മൾ ഒരു നേതൃസ്ഥാനത്ത് ഉണ്ടാകുന്ന നേരം അവിടെയാണ് നമുക്ക് അധികാരമുള്ളിടത്താണ് നമ്മൾ എന്താക്കേണ്ടത്, എത്തിക്സ് ബിൽഡ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമ്മൾ പറയുന്നതല്ല നമ്മൾ വിശ്വസിക്കുന്നതിന് അർത്ഥമുള്ളൂ. അപ്പോൾ എന്തോ ഒരു നല്ല പിന്നെ കസ്റ്റമർ ഉള്ളതുകൊണ്ടും നല്ലൊരു രാജ്യമായതുകൊണ്ടും അതേപോലെ നല്ല സ്റ്റാഫിനെയും കിട്ടിയോണ്ട് കുവൈത്തിൽ ഗ്രാൻഡ് ഹൈപ്പർ ഒരു നല്ലൊരു വളർച്ച കൈവരിച്ചിട്ടുണ്ട്. ഏകദേശം നമ്മൾ ആവറേജ് 1 ലക്ഷത്തോളം കസ്റ്റമർക്ക് ദിവസം സെർവ് ചെയ്യുന്നുണ്ട്. ആ 1 ലക്ഷം കസ്റ്റമറാണ് ശരിക്കും നമ്മളെ സ്ട്രെങ്ത്ത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഗ്രൂപ്പിൻ്റെ കൂടെ നമുക്ക് ഒരു പാർട്ടാനൊരു പടച്ചോൻ അവസരം തന്ന് അതിന് പടച്ചോനോട് നന്ദി, ഈ രാജ്യത്തോട് നന്ദി, ഈ രാജ്യത്തിലെ ജനങ്ങളോട് നന്ദി, അതുപോലെ നമ്മളെ മാതൃരാജ്യമായ ഇന്ത്യ, കേരളം എല്ലാത്തിനോടും നന്ദി. അത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ സമയത്ത് പോലും നമുക്കൊരു 2 മാസത്തെ സ്റ്റോക്കിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. പ്രൈസ് കൺട്രോൾ ചെയ്യുന്നതിൽ ഗവൺമെൻറ് ഇടപെട്ടിന് ഒരു രീതിയിലും പ്രൈസ് കൂട്ടാൻ പാടില്ല. എല്ലാവിധ നല്ല പിന്നെ സപ്പോർട്ടും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ കുവൈത്തിലെ ഭരണാധികാരികളെയും അവിടുത്തെ ജനങ്ങളെയും ഈ നാട്ടിലെ മിനിസ്ട്രികളെ എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. അതുകൂടാതെ നമ്മൾ പിന്നെ കേരളത്തിൽ പുതിയ ഗവൺമെൻറ് വന്നതാണ്. എല്ലാവിധ ആശംസകളും വി ഡി സതീശിൻ്റെ നേതൃത്വത്തിൽ. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും അടുത്തറിയാമിൻ്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഇന്റീരിയർ പാക്കേജ് കൊടുത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ ക്ലയൻസിനെ ഒക്കെ തന്നെ സാറ്റിസ്ഫൈ ചെയ്ത് കുറച്ചൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ കുറച്ചൊന്ന് ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ സിആർക്ക് ഇന്റീരിയേഴ്സിനാണ് ഇന്ന് നമ്മൾ ഒഫീഷ്യലി പരിചയപ്പെടാൻ പോകുന്നത്. സോ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ സിആർക്ക് ഇന്റീരിയേഴ്സ് എങ്ങനെയാണ് ഫോം ആയത്? ഈ ഒരു ഇനീഷ്യൽ തോട്ട് 2 പേരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ജേർണി 2 വർഷത്തിന് മുന്നേ തുടങ്ങുന്നത് അല്ലേ? അപ്പം തീർച്ചയായിട്ടും ഇതിനൊരു ഇനീഷ്യൽ തോട്ട് ആരാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്കഷനൊക്കെ എങ്ങനെയായിരുന്നു, ആ ഒരു ജേർണി എന്തായിരുന്നു? നമസ്കാരം. ഞങ്ങൾ പണ്ട് മുതലേ സുഹൃത്തുക്കളായിരുന്നു. ഒരൊറ്റ സ്ഥാപനത്തിൽ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പുതിയതായിട്ടൊരു സ്ഥാപനം തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു ഇതിലോട്ട് എത്തിയത്. അപ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സൊസൈറ്റിയിൽ നിന്ന് എന്തെങ്കിലും വിട്ടു നിൽക്കുന്ന, അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട എന്തെങ്കിലും ഒരു ബിസിനസ്സിലോട്ട് തന്നെ മൂവ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു സാമ്രാജ്യമാണ് സിആർക്ക് ഇന്റീരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് റിസർച്ച് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കിപ്പോൾ ക്ലയൻസിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിൽ എമൗണ്ട് കുറച്ചിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് കുറച്ചിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മളൊരു ഹുക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്ത ശേഷം നമ്മൾ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു പാക്കേജിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പാക്കേജ് ക്ലയൻസ് ഏറ്റെടുത്തു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മുടെ ഈ സിആർക്ക് ഇന്റീരിയേഴ്സിൽ ഈ ഒരു രീതിയിലോട്ട് എത്തിച്ചിട്ടുള്ളത്. സോ പാക്കേജിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം വൈറലായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു നമ്മളുടെ പാക്കേജ്, സിആർക്ക് ഇന്റീരിയേഴ്സിൻ്റെ ഒരു പാക്കേജ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പാക്കേജ് തന്നെ 5 ലക്ഷം രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അതിൽ തന്നെ ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക്സ് ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, ആ ഒരു പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് രണ്ടുപേരും ഒന്ന് ഷെയർ ചെയ്യാമോ? നമ്മൾ ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയ മുതൽ തന്നെ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മിനിമം ബഡ്ജറ്റിൽ ക്ലയൻസിനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു പ്രീമിയം ഇൻറ്റീരിയർ നമുക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പാക്കേജ് സെറ്റ് ചെയ്തു. അപ്പോൾ പാക്കേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് അധികമാവാനും പാടില്ല, എന്നാൽ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാൻ പാടില്ല എന്നായിരുന്നു. 7.5 ലക്ഷം രൂപയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പാക്കേജ് വെറും 5 ലക്ഷം രൂപയ്ക്ക് നമുക്കിപ്പോൾ നിലവിൽ ഇന്ന് കേരളത്തിൽ മൊത്തം ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. സോ അപ്പോൾ ഈ ഒരു 5 lakhs പാക്കേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? അതുപോലെ തന്നെ നമ്മളിപ്പോൾ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസിലാണല്ലോ ചെയ്യുന്നത്. സോ അപ്പോൾ എത്ര BHK തൊട്ടാണ് ഈ ഒരു പാക്കേജ് അപ്ലൈ ചെയ്യാൻ പറ്റുക? 2 BHK ഹോമാണ് നമ്മൾ മെയിനായിട്ട് അതിൽ ഫോക്കസ് ചെയ്യുന്നത്.
അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ലിവിങ് ഏരിയയിൽ നമുക്ക് സോഫ സെറ്റ് കൊടുക്കാം, 5 സീറ്റർ സോഫ സെറ്റ് കൊടുക്കാം. അതുപോലെ തന്നെ നല്ല അടിപൊളി TV യൂണിറ്റ് നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡൈനിങ് ഏരിയയിലോട്ട് വരുന്ന സമയത്ത് 6 സീറ്റർ ഡൈനിങ് ടേബിളും ചെയറും നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വാഷ് ബേസിൻ കൗണ്ടറും കൊടുക്കാം, മിററും കൊടുക്കാം. പിന്നെ 2 ബെഡ്റൂംസിലോട്ടുള്ള ഫുൾ സെറ്റായിട്ട് കൊടുക്കുക. അതായത് ബെഡ് കോട്ട്, സൈഡ് ടേബിള്, വാർഡ്രോബ്, ഡ്രസ്സിങ് ഏരിയ, അതിൻ്റെ മിറർ, പിന്നെ അടിപൊളി മോഡുലാർ കിച്ചണും നമുക്ക് ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി ഒരുപാട് പ്രൊജക്ട്സിന് വരട്ടെ, ഒരുപാട് ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് നമ്മളുടെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. Grand Hyper Kuwait, where shopping meets satisfaction. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇന്നത്തെ കിച്ചൺ വേസ്റ്റ് എന്ത് ചെയ്യും? പ്രത്യേകിച്ച് ഫ്ളാറ്റുകളിലും ചെറിയ വീടുകളിലും താമസിക്കുന്നവർക്ക് ഇതൊരു ഡെയിലി ടെൻഷൻ തന്നെയാണ്. രാവിലെ പച്ചക്കറി അരിഞ്ഞതിന്റെ അവശിഷ്ടങ്ങൾ, ഭക്ഷണം ബാക്കി വന്നത്, മീൻ, ഇറച്ചി വേസ്റ്റ്, ഇതെല്ലാം നമ്മൾ സാധാരണ ഒരു കവറിലാക്കി മാറ്റിവെക്കും. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞാൽ സ്മെല്ല് തുടങ്ങും, ഈച്ച വരും, പുഴു വരും. മഴക്കാലമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പല വീടുകളിലും ഒരു പോയിന്റ് കഴിഞ്ഞാൽ കിച്ചൺ ബിൻ തുറക്കാൻ പോലും മടി തോന്നും. പക്ഷെ സത്യത്തിൽ ഈ പ്രശ്നത്തിന് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായ ഒരു സൊല്യൂഷൻ ഉണ്ട്: ബയോക്ലീൻ. വീട്ടിലെ കിച്ചൺ വേസ്റ്റ് ഹൈജീനിക് ആയി മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്മാർട്ട് കമ്പോസ്റ്റിംഗ് സിസ്റ്റമാണ് ബയോക്ലീൻ. ഇത് വലിയ മെഷീനൊന്നുമല്ല, വളരെ സിമ്പിളായ 3 ബിൻസ് വരുന്ന സ്ട്രക്ചേർഡ് സെറ്റപ്പ് ആണ്. ഇതിന്റെ കൂടെ ഒരു സ്പെഷ്യൽ ഇനോക്കുലം ക്വയർ മിക്സ് ലഭിക്കും. ഓരോ തവണ കിച്ചൺ വേസ്റ്റ് ഈ ബിന്നിലേക്ക് ഇടുമ്പോഴും ഈ ഇനോക്കുലം കുറച്ച് മുകളിൽ ഇട്ട് കൊടുക്കുക. അതോടെ സ്മെൽ ഉണ്ടാകില്ല, ഈച്ച വരില്ല, പുഴു പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഇതാണ് ആളുകളെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്യിക്കുന്ന കാര്യം. പലരും കരുതുന്നത് വെജിറ്റബിൾ വേസ്റ്റ് മാത്രമേ കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റൂ എന്നതാണ്. പക്ഷെ ബയോക്ലീനിൽ മീൻ വേസ്റ്റ്, ഇറച്ചി വേസ്റ്റ്, മുട്ടത്തോട്, കമ്പോസ്റ്റ് ആകുന്ന കിച്ചൺ വേസ്റ്റ് എല്ലാം ഇതിലിടാൻ സാധിക്കും. ഇനി മറ്റൊരു പ്രധാന കാര്യം, ഇതിന് ഇലക്ട്രിസിറ്റി വേണ്ട, മോട്ടോർ ഇല്ല, മെഷീൻ സൗണ്ട് ഇല്ല, കോംപ്ലിക്കേറ്റഡ് സെറ്റപ്പ് ഇല്ല. അതുകൊണ്ട് ബാൽക്കണിയിലോ അടുക്കളയുടെ സൈഡിലോ ചെറിയ സ്ഥലങ്ങളിലോ പോലും വളരെ ഈസിയായി യൂസ് ചെയ്യാം. ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്ക് പോലും കംഫർട്ടബിളായി ഓപ്പറേറ്റ് ചെയ്യാം. ഏകദേശം 21 ദിവസത്തിനുള്ളിൽ ഈ കിച്ചൺ വേസ്റ്റ് നല്ല ക്വാളിറ്റി കമ്പോസ്റ്റായി മാറും. ഗാർഡനിങ് ചെയ്യുന്നവർക്ക് സ്വന്തം ഓർഗാനിക് കോമ്പോസ്റ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. സത്യത്തിൽ നമ്മൾ ദിവസവും പുറത്തേക്ക് കളയുന്ന കിച്ചൺ വേസ്റ്റ് തന്നെയാണ് വീട്ടിലെ ഏറ്റവും ഇറിറ്റേറ്റിംഗ് ഡെയിലി പ്രോബ്ലംസിലൊന്ന്. അതിനെ ക്ലീനായും സ്മെല്ലില്ലാതെയും മാനേജ് ചെയ്യാൻ കഴിയുന്നത് ഒരു ചെറിയ കൺവീനിയൻസ് മാത്രമല്ല, ഒരു പീസ്ഫുൾ ഫീലിംഗ് കൂടിയാണ്. ബയോക്ലീൻ കമ്പോസ്റ്റർ ഇന്ത്യയിൽ മുഴുവൻ ഡെലിവറി ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അതിജീവനത്തിന്റെ നാളുകളിൽ പരസ്പരം കരുതൽ നൽകിക്കൊണ്ടാവട്ടെ ഓരോ ആഘോഷവും. ജാഗ്രതയോടെ നല്ലൊരു നാളേക്കായി കാത്തിരിക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബക്രീദ് ആശംസകൾ. ബക്രീദ് സ്പെഷ്യൽ 2026 ഹാപ്പി ലാൻഡ് പ്രസൻസ് പവേർഡ് ബൈ കേരള പെറ്റ്സ്, co-powered by Tangals Jewelry, co-presents Zero Delights. This program is sponsored by Grand Hyper Kuwait.